പപ്പ സ്റ്റോപ്പ് ഇറ്റ്. ഇതെന്താ ഇത്? ഇന്നെല്ലാ അളവും പപ്പ തെറ്റിച്ചു. തെറ്റട്ടെ. വേണ്ട, കുറച്ചുകൊണ്ട് വന്നതാ. എന്നിട്ട് പിന്നെയും ഞാൻ ഇപ്പൊ വിളിക്കും ഗംഗാന്റിയെ. വേണ്ട, ഇപ്പൊ വിളിച്ചാൽ അത് ശരിയാവില്ല. ഞാൻ നോക്കട്ടെ. വേണ്ട. നിന്റെ പപ്പ കൂടുതൽ കുടിച്ചാ എന്തിനാ ഗംഗയെ വിളിക്കുന്നത്? ഒരു ഫാമിലി ഫ്രണ്ട്. അടുപ്പം മാത്രമല്ല, അകലവും ഉണ്ടാവണം. എന്താ പപ്പയ്ക്ക്? ഗംഗാന്റിയായിട്ട് പിണങ്ങിയോ? പറ പപ്പ. പപ്പ ടെൻസ്ഡാണ്. എന്താ കാരണം? ഗംഗാന്റിക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പപ്പ പറഞ്ഞു കാണും. അയാളുടെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ കരുതി. അത് തെറ്റായിരുന്നു. അയാളുടെ ജോലി കാര്യത്തിൽ ഞാൻ സംസാരിച്ചു. അത് ഇഷ്ടപ്പെട്ടില്ല. ഒരു ഫ്രണ്ട് വിഷമിക്കുന്നതിൻ്റെ കാരണം അന്വേഷിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ ലീവ് ഓൾ ദാറ്റ്. പപ്പ വഴക്കായോ? അയാൾ കുറെ ഷൗട്ട് ചെയ്തു. ഒരു കാര്യത്തിന് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വന്നോ എന്ന് ബോധം. എന്റെ മുമ്പിൽ അങ്ങനെ വരാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കാം. അതെന്താ? പപ്പയോട് വല്ല വൈരാഗ്യം ഉണ്ടോ ആന്റിക്ക്? പറ പപ്പ, പറ. മഞ്ജു, I'm in a disturbed state of mind now. നീ ഒന്ന് പോ. പപ്പ, പോവാൻ. പതുക്കെ. അച്ഛാ 12. അച്ഛനെ വേദനിപ്പിക്കാതെ മോളെ. ഇപ്പൊ 12 എണ്ണമായി. ഇനി എന്തോരോ. എങ്കി പിന്നെ എന്റെ മുടി മുഴുവൻ മോള് പിഴുതെടുക്കും. അവളെ വിളിച്ചിരുത്തിയതല്ലേ. ഇതൊരു സുഖമാ. എന്ത് വേദനിക്കുന്നതോ? എടോ, ഇതിലൊരു മനഃശാസ്ത്രമുണ്ട്. അത് തനിക്ക് മനസ്സിലാകാഞ്ഞിട്ടാ. നര പറിക്കുന്നതിൽ എന്തു മനഃശാസ്ത്രമാ? നിങ്ങളില്ലാത്തപ്പോ അവൾ അമ്മയുടെ തലയിലാ കൈവയ്ക്കുന്നത്. അമ്മ അപ്പ തുടങ്ങും ബഹളം വയ്ക്കാൻ. എടോ, ഒരു കുഞ്ഞ് അച്ഛൻ്റെ തലയിൽ ഒരു മുടി കാണുമ്പോ അയ്യോ ദാ ഒരു നരച്ച മുടി എന്ന് പറയും. അത് അച്ഛന് പെട്ടെന്ന് വയസ്സായിപ്പോയോ എന്നുള്ള അവളുടെ വേവലാതിയാ. പിന്നെ അവളത് പിഴുതെടുക്കാൻ നടത്തുന്ന ഓരോ ശ്രമവും അച്ഛൻ്റെ യൗവനം തിരിച്ചു കിട്ടണേ എന്ന പ്രാർത്ഥനയും. പിന്നെ ഇവള് കളിപ്പാട്ടം വാങ്ങിക്കാനുള്ള സൂത്രമായിട്ടാ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലല്ല, എന്റെ അച്ഛന് വയസ്സാവാതിരിക്കാനാ. അച്ഛാ, അമ്മയുടെ തലയിലും ഉണ്ട് 2 എണ്ണം. ഞാൻ തൊട്ടപ്പോ ബഹളം വെച്ചു. എന്നിട്ട് അമ്മ കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്ന് പറിക്കുവാ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. മീര. നമസ്കാരം സർ. നമസ്കാരം. വാ. സുന്ദരിക്കുട്ടിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണോ? നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. സാറ് തിരക്കിലായിരുന്നോ? ഹേയ് അല്ല, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ആയിക്കോട്ടെ. ഞാൻ സാറിനോടൊരു കള്ളം പറഞ്ഞിട്ടുണ്ട്. പേര് അല്ലേ? മീര എന്നത് യഥാർത്ഥ പേരല്ല.
സാറിനെങ്ങനെ? തോന്നി. ഇത് അപൂർവമാണ്. എഴുതിയ കഥയിലെ ഒരു പ്രധാന കഥാപാത്രം ജീവനോടെ എഴുത്തുകാരന്റെ മുന്നിൽ. മീര എന്ന പേരിൽ എൻ്റെ മുമ്പിൽ വന്നപ്പോൾ നീ ചോദിച്ച ഓരോ ചോദ്യത്തിലും വല്ലാത്തൊരു തീക്ഷ്ണതയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പ്രഭുവിനെക്കുറിച്ചും അയാളുടെ സ്ഥാപനത്തെക്കുറിച്ചുമൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നിന്റെ കണ്ണുകളിലെ തിളക്കം ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. കഥയിലെ എൻ്റെ കഥാപാത്രങ്ങൾ പറയുന്നതെല്ലാം എൻ്റെ മനസ്സ് എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഞാൻ എഴുതാൻ മറന്നവ, ബോധപൂർവം ഒഴിവാക്കിയവ ഒക്കെ നീ എന്നോട് ചോദിച്ചിരുന്നു. പിന്നെ നിന്നെ ഞാൻ തിരിച്ചറിയാതിരിക്കുന്നത് എങ്ങനെ? പ്രഭുവിൻ്റെ മകളുമായുള്ള നിന്റെ സൗഹൃദം കണ്ടപ്പോൾ ഉറപ്പിച്ചു നീ അയാളെ തിരഞ്ഞു കണ്ടുപിടിച്ചു എന്ന്. ആട്ടെ, എന്തു പറഞ്ഞു പരസ്പരം? അത് സർ, എൻ്റെ മനസ്സിൽ പ്രതികാരം തന്നെയായിരുന്നു. പക്ഷേ ഞാൻ കണ്ടുമുട്ടിയ അയാൾ ജീവിതത്തിൽ ജയിച്ച് എല്ലാവരെയും വെല്ലുവിളിച്ച് നിൽക്കുന്ന ഒരാളായിരുന്നില്ല. ഒരുപക്ഷെ എന്നെക്കാൾ താഴ്ന്ന അവസ്ഥയിലുള്ള ഒരാൾ. എന്നോട് അയാൾ കുറ്റസമ്മതം നടത്തി. എൻ്റെ വിവാഹം നടന്നിട്ടില്ല എന്നറിഞ്ഞപ്പോൾ വേദനിച്ചു, മാപ്പ് ചോദിച്ചു. എൻ്റെ തകർന്ന ജീവിതം അയാളുടെ ഒരു മാപ്പ് ചോദ്യം കൊണ്ട് തിരിച്ചു കിട്ടുമോ? ഞാൻ അയാളുടെ കുടുംബത്തോടടുത്തു. അയാളുടെ ഭാര്യയ്ക്ക്, കുഞ്ഞുങ്ങൾക്ക് ഒക്കെ വലിയ കാര്യമാണിപ്പോൾ എന്നോട്. എനിക്കതൊക്കെ വേണമെങ്കിൽ വളരെ നിസ്സാരമായിട്ട് തകർക്കാം. കുട്ടി ഒന്നും തകർക്കില്ല. എനിക്കതിന് അവകാശമില്ലേ? അവകാശമുണ്ട്. പക്ഷേ നിന്റെ മനസ്സ് നിന്നെ അതിന് അനുവദിക്കില്ല. കാരണം നീ കൺമുന്നിൽ കണ്ടത് യഥാർത്ഥ ജീവിതമെന്ന സത്യമാണ്. ചരിത്ര ഗവേഷണങ്ങൾ നടക്കാറുണ്ട് പലയിടത്തും. നൂറ്റാണ്ട് പഴക്കത്തിലേക്ക് ഖനനം ചെയ്തെത്തുമ്പോൾ അതുവരെ സത്യങ്ങളെന്ന് കരുതിയ പലതും തിരുത്തപ്പെടും. അപ്പോ അതുവരെയുള്ള ചരിത്രത്തെ മുറുകെ പിടിച്ചവര് ഒരു പ്രതിസന്ധിയിലകപ്പെടും. എൻ്റെ കഥയിലൂടെ ഖനനം ചെയ്ത് നീ എത്തിയിരിക്കുന്നതും അത്തരമൊരു പ്രതിസന്ധിയിലാണ്. ഞാൻ ഇനി എന്ത് ചെയ്യണം സർ? തീരുമാനിക്കേണ്ടത് നീയാണ്. ഞാൻ അങ്ങയുടെ കഥാപാത്രമാണ്. എൻ്റെ വഴി നിശ്ചയിക്കാൻ അങ്ങേക്കും ഉത്തരവാദിത്തമുണ്ട്. ആ, ജനശബ്ദത്തിൽ നിന്ന് മുരളി വിളിച്ചിരുന്നു. ഞാൻ വിളിച്ചോളാം. ആ, മോള് ബാ ബാ. ഞാൻ നിന്റെ കഥ എഴുതി, നിന്നെ അറിയാതെ. നിന്റെ വേദന ഞാൻ ഉൾക്കൊണ്ടു എന്നതിൻ്റെ തിരിച്ചറിവാണ് അഗ്നിപ്രവേശത്തിലെ അമ്മയുടെ പ്രവൃത്തി. അതാണ് എൻ്റെ ധർമ്മം, എഴുത്തിൻ്റെ ഉത്തരവാദിത്വം. നീ എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ നിശ്ചയിക്കുന്നത് ശരിയല്ല. കുറച്ചു നാൾ കഴിഞ്ഞ് ഒരു ദിവസം കൂടി കുട്ടി വരൂ. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ സ്വയം നീ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടാവും. അശ്വമേധമെന്ന കഥ ഞാൻ എഴുതിക്കഴിഞ്ഞു. പക്ഷേ തൽക്കാലം അത് ഞാൻ പ്രസിദ്ധീകരിക്കുന്നില്ല. നീ നടത്തുന്ന അശ്വമേധമാണിപ്പോൾ എൻ്റെ മുമ്പിൽ. അതിൻ്റെ പൂർത്തീകരണം തന്നെ ആവണം ആ കഥ. പ്രതികാരം പല രീതിയിലുണ്ട്. സ്നേഹിച്ചും വെറുത്തും ഒക്കെ നമുക്ക് പ്രതികാരം ചെയ്യാം. വഴി കുട്ടി തന്നെ തീരുമാനിക്കുക.
ഇതുവരെ നീ നടന്നതെല്ലാം നന്മയുടെ വഴിയാണ്. മാറി നടക്കാൻ നിനക്കാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പത്മേ, പത്മേ, പത്മേ. ആ ചേച്ചി, വേണ്ട വേണ്ട, കാണുമ്പോൾ നിന്റെ ഈ കിന്നാരൊന്നും വേണ്ട. ഒന്ന് സംസാരിക്കണമെങ്കിൽ ഞാൻ തന്നെ വിളിക്കണമെന്ന് വാശിയല്ലേ? അയ്യോ അങ്ങനെയൊന്നും അല്ല ചേച്ചി, തിരക്കൊഴിഞ്ഞിട്ട് വിളിക്കാന്ന് കരുതും. പിന്നെ നിനക്കിവിടെ പിടിപ്പത് ജോലിയല്ലേ? എന്നോട് അങ്ങനെ ഒന്നും പറയണ്ട പത്മേ. ചേച്ചി ഇരിക്കെ. ചേച്ചി ഇപ്പൊ എവിടുന്നാ? ഓ, ഞാൻ അനാഥപ്രേതമല്ലേ. നിങ്ങൾ ആരും വന്ന് ഒരു ദിവസം പോലും എന്റെ കൂടെ നിൽക്കില്ല. പിന്നെ ഊരുതണ്ടൽ. കഴിഞ്ഞ ആഴ്ച ഉണ്ണികൃഷ്ണന്റെ അടുത്ത് പോയി. അലഹബാദിലോ? 4 ദിവസം നിന്നു. അവിടെ എന്താ വിശേഷം? അവനും ഭാര്യയും പതിവ് പോലെ ജോലിക്ക് പോകും. വരുന്നത് സന്ധ്യയ്ക്ക്. അവർക്ക് തമ്മിൽ മിണ്ടാനേ സമയമില്ല. പിന്നല്ലേ എന്നോട്. 1 മാസം നിൽക്കാൻ നോക്കാൻ അവൻ പറഞ്ഞു. എനിക്കങ്ങ് ബോറടിച്ചു. ഗോവിന്ദേട്ടൻ ബിസിനസ്സൊക്കെ മതിയാക്കി സിംഗപ്പൂരിന്ന് മടങ്ങുന്നു കേട്ടോ. എവിടെ? ഇനി 1 വർഷം കൂടെ രാഗിണി, അത് കഴിഞ്ഞാ പിന്നെ എങ്ങും പോകില്ല എന്ന് പറയാൻ തുടങ്ങിയിട്ടേ 8-9 വർഷമായി. എവിടെ നടക്കുന്നു? ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അതിനെ നോക്കി കഴിയായിരുന്നു. ആ, നിന്റെ കാര്യം എന്താ? പഴയതിന്ന് വല്ല മാറ്റമുണ്ടോ? ആ ചേച്ചി ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. എന്ന് പറഞ്ഞ മാറ്റമൊന്നുമില്ല. ചേട്ടത്തി അനിയത്തിമാരുടെ മക്കളിൽ നിന്നെക്കുറിച്ചായിരുന്നു എല്ലാവർക്കും പ്രതീക്ഷ. ഏറ്റവും നന്നായി പഠിച്ചിരുന്നത് നീ. പിന്നെ പാട്ടുപടുത്തവും ചിത്രം വരെയും. എന്റെ അമ്മ എന്നെ ഏറ്റവും കൂടുതൽ തല്ലിയിട്ടുള്ളതും നിന്റെ കാര്യം പറഞ്ഞ. നിന്നെ പോലെ ആവാൻ പറഞ്ഞ്. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നിന്ന് രാജി വിളിച്ചു. നമ്മളെ മനസ്സറിയാതെ പത്മയെ പ്രാഗിയത് അറം പറ്റിപ്പോയോന്നാ അവള് ചോദിച്ചേ. പ്രഭു ഇവിടെ തന്നെ ഉണ്ടോ അതോ? എവിടേക്ക് പോകാൻ? ദിനചര്യകളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ക്ലബ്ബ്, ഓഫീസ്. ഒട്ടും മാറ്റമില്ലേ? ഒട്ടും മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. മാറിയാൽ തന്നെ എനിക്കിനി അതിനാവൂന്ന് തോന്നുന്നില്ല. ഇന്ന് തന്നെ വൈകുന്നേരം ഇവിടുന്ന് ഇറങ്ങണമെന്നൊന്നും പറയരുത്. 1 മാസം കഴിഞ്ഞേ ഞാൻ വിടുന്നുള്ളൂ. ആ, നോക്കട്ടെ. എനിക്ക് പോണോന്ന് തോന്നിയാ പിന്നെ നീ തടഞ്ഞിട്ടൊന്നും കാര്യമില്ല. പത്മേ, മക്കളോട് എങ്ങനെയാ പ്രഭു? വിഷ്ണുവിന് പേടിയാ. അവനടുത്ത് പോവില്ല. മഞ്ജുവിന്റെ കാര്യം അറിയാലോ. അവള് വഴിയാ കമ്മ്യൂണിക്കേഷൻസ്. ആർക്കാ തെറ്റുപറ്റിയത്? വലിയ വീട്ടിൽ നിന്ന് ആലോചന വന്നപ്പോ പിന്നെ വിശേഷിച്ചൊന്നും തിരക്കിയില്ല. അതും പറഞ്ഞ് മരണം വരെ കരഞ്ഞിട്ടുണ്ട് നിന്റെ അച്ഛനും അമ്മയും. ഇങ്ങനെയും ചിലരൊക്കെ ജീവിക്കുന്നില്ലേ? ഞാനും ജീവിച്ചേ പറ്റൂ. മക്കളുണ്ടല്ലോ. ആ ചേച്ചി വാ. അത്യാവശ്യമാണ്, വീട്ടിലുണ്ടാവണമെന്ന് കൈമൾ സാറ് പറഞ്ഞു. അവളുടെ ജോലിക്കാര്യത്തെക്കുറിച്ച് പറയാനായിരിക്കും. ദൂരെ എവിടേക്കെങ്കിലും സ്ഥലം മാറ്റാൻ അമ്മ കൂടിയൊന്ന് പറയണം. എത്ര നാളാ അമ്മേ ഇതൊക്കെ കേട്ട് സഹിച്ചും. നമസ്കാരം സാർ. നമസ്കാരം. ഗണേശൻ നേരത്തെ എത്തിയോ? ഇരിക്കണം സാർ.
ഞാൻ ചായ എടുക്കാം. വേണ്ട, ഞാൻ വന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. ഓഫീസിലെ അതിന് സർക്കാർ നിശ്ചയിക്കുന്ന നടപടികളുണ്ടല്ലോ, അതങ്ങനെ നടന്നോളും. ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് വിവാഹാലോചന നടത്തിയിരുന്നു. അത് മാന്യമായിട്ടായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതെ, പക്ഷേ നിങ്ങൾ ആ മാന്യത തിരിച്ചു കാണിച്ചോ? ഗംഗയുടെ വിവാഹം ഇത്രനാൾ വൈകിയതിന് നിങ്ങൾ പറഞ്ഞ കാരണം എന്താ? ജാതകദോഷം. അതായിരുന്നു സത്യം. തീരെ ചെറിയ പ്രായത്തിൽ നശിച്ചൊരു പെണ്ണ്, അതല്ലേ ഗംഗ? എനിക്കൊരു ശത്രുതയൊന്നും ഞാൻ തിരഞ്ഞു കണ്ടുപിടിച്ചൊന്നുമല്ല. എൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു ഇത് പറയാൻ. അയാൾ ആരെന്നറിയുന്നത് നിങ്ങൾക്കും കുറച്ച് കൗതുകമുള്ള കാര്യമായിരിക്കും. അന്ന് ഗംഗ ആരുടെ കൂടെയാണോ കാറിൽ കയറിപ്പോയത് അതേ ആൾ. യെസ്, ഗംഗയെ നശിപ്പിച്ചുവെന്ന് നിങ്ങൾ പറയുന്ന അതേ മനുഷ്യൻ. അവൻ ആരാ സാർ? ഒരുപാട് തിരഞ്ഞിട്ടുണ്ട് ഞാൻ അവനെ, കണ്ട കൊല്ലാൻ. എനിക്ക് നിങ്ങളെ നോക്കി ചിരിക്കാം. കാരണം അത്രമാത്രം വിഡ്ഢികളാക്കിയിട്ടുണ്ട് ഗംഗ നിങ്ങളെ. സൂത്രശാലികളായ ഒരുപാട് പെണ്ണുങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ചിലരെ കണ്ടിട്ടുമുണ്ട്. ബട്ട് ഷീ ഈസ് ക്ലെവർ ഇനഫ്. അയാൾ എൻ്റെ മുന്നിൽ വന്നത് ഗംഗയ്ക്ക് വേണ്ടി ശുപാർശ ചെയ്യാനാണ്. ഗംഗയെ സ്ഥലം മാറ്റുകയോ സസ്പെൻഡ് ചെയ്യുകയോ അരുതെന്ന് പറയാൻ. അയാളെ നിങ്ങൾക്കറിയാം. അയാളുടെ കൂടെയാണ് ഗംഗ ഇപ്പോൾ സർവ്വസമയം നടപ്പ്. മകളുടെ കൂടെ ഇവിടെ വരുന്ന, ഇവിടെ നിങ്ങൾ സൽക്കരിച്ചിരുത്തുന്ന പ്രഭു തന്നെയാണ് ആ ആൾ. വിഡ്ഢികളല്ല, വേറും കഴുതകൾ. അതാ നിങ്ങൾ. ഭാര്യയും മക്കളുമുള്ള ഒരു മനുഷ്യന്റെ വെപ്പാട്ടി, അതാണവൾ. സ്കൂൾ ജീവിതം മുതൽ ഒരു പുരുഷന്റെ കൂടെ സകല സുഖങ്ങളും അനുഭവിച്ചു കഴിയുന്ന ഒരു പെണ്ണ്. ധിക്കാരിയും തന്റെ ഏടിയുമായൊക്കെ അഭിനയിച്ചത് തന്ത്രമായിരുന്നു, ആരും ചോദ്യം ചെയ്യാതിരിക്കാൻ. സാർ, ഇതൊന്നും കളവല്ലല്ലോ. നിങ്ങൾ തിരഞ്ഞ് കണ്ടെത്തണം മിസ്റ്റർ ഗണേശൻ. ഇറ്റ്സ് നോട്ട് മൈ ഡ്യൂട്ടി. ഇങ്ങനെ ഒരു കുടുംബത്തിനോട് അല്പം സൗഹൃദം കാണിക്കേണ്ടി വന്നതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. അന്തസ്സുള്ള മറ്റൊരു കുടുംബത്തിലും ഇങ്ങനെ ഒരുത്തി ജീവിച്ചിരിക്കില്ല. ആരാ അമ്മേ നമ്മളൊക്കെ? അവൾക്ക് വേണ്ടി അമ്മ വേദനിച്ചൊക്കെ വെറുതെ ആയില്ലേ? പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ കൊല്ലണ്ടേ അമ്മ അവളെ?